ഹാപ്പനിങ് അവേഴ്സ് ആദ്യം തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ വാർത്തയിലേക്ക്, ആ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കേരള ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി. വയനാട് വായ്പാ വിനിയോഗ കാലാവധി കേന്ദ്രം നീട്ടി നൽകുമോ എന്നതാണ് നിർണായകം. GST വിഹിതം അടക്കമുള്ള വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് സൂചനയുണ്ട്. കേരള ഹൗസിലെ ചർച്ചയിൽ ഗവർണറും KV തോമസും പങ്കെടുത്തിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുകയാണ്. ശരത് ലാൽ, പ്രധാനമായും കേരളം ഈ വായ്പാ വിനിയോഗത്തിലെ അതിനുള്ള സമയപരിധി നീട്ടി ചോദിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരുന്ന സൂചന. അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? കേന്ദ്രം കേരളത്തോട് അനുഭാവപൂർണമായ ഒരു സമീപനം ഈ വിഷയത്തിൽ നൽകും, അല്ലെങ്കിൽ അതങ്ങനെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ നമ്മൾ? ലക്ഷ്മി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ചർച്ചയ്ക്ക് ശേഷം 50 മിനിറ്റ് നടന്ന ചർച്ചയ്ക്ക് ശേഷം സർക്കാർ ഔദ്യോഗികമായ അറിയിപ്പ് വന്നിരിക്കുന്നു. ഈ കൂടിക്കാഴ്ച അനൌദ്യോഗികമാണ്, സൗഹൃദ സന്ദർശനമാണ്, കേഴ്സി വിസിറ്റാണ് എന്നാണ് കേരള സർക്കാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ചർച്ച അറിയിപ്പുകളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഈ ഔദ്യോഗിക അറിയിപ്പോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര ധനകാര്യമന്ത്രി കേരള ഹൗസിലെ കൊച്ചിൻ ഹൗസിലെത്തി മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയത് അതൊരു അനൌദ്യോഗിക ചർച്ച മാത്രമായിരുന്നു എന്നാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ കേരള സർക്കാർ പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഔദ്യോഗികമായി നടന്നതല്ല. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനവും നടത്തുന്നില്ല എന്ന് വ്യക്തമാക്കിയാണ് ഇപ്പോൾ PRD മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ചകളിലുള്ള കാര്യങ്ങൾ ധനകാര്യമന്ത്രി പിന്നീട് അറിയിക്കാം എന്നതാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രഖ്യാപനമൊന്നുമില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി ഒരു ചർച്ച നടത്തുമ്പോൾ ഔദ്യോഗികമാണെങ്കിൽ അത് സംബന്ധിച്ച ഒരു ചർച്ചയുടെ ഔട്ട്കം, അതായത് ചർച്ചയുടെ തീരുമാനങ്ങൾ, ചർച്ചയുടെ നേട്ടങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. അത് ഇല്ല എന്ന് വേണം നമുക്ക് പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത് അനൗദ്യോഗിക ചർച്ച മാത്രമാണ് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്രക്കുറിപ്പ്. ഇത് സംബന്ധിച്ച് ചർച്ചയിൽ പങ്കെടുത്ത KV തോമസും ഗവർണറും ഈ ചർച്ചയെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഗവർണർ ആണെങ്കിൽ നേരത്തെ ചർച്ച തുടങ്ങി 50 മിനിറ്റ് നീണ്ടുന്ന ചർച്ചയിൽ 30 മിനിറ്റിന് ശേഷം ഗവർണർ തന്റെ ഗോവയിലേക്ക് തിരിച്ചുപോയി. തുടർന്ന് അരമണിക്കൂർ നേരം തുടർന്നാണ് നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രിയും തനിച്ച് KV തോമസിന്റെ സാന്നിധ്യത്തിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്ന് KV തോമസ് സമ്മതിക്കുമ്പോൾ തന്നെ അതൊരു അനൗദ്യോഗിക ചർച്ചയാണ് എന്നതാണ് ലക്ഷ്മി പത്മ സർക്കാർ ഔദ്യോഗികമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളിൽ തീരുമാനമായി എന്നൊരു കാര്യത്തിൽ അവ്യക്തത ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനമായി, എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന കാര്യവും KV തോമസും അതുപോലെ നിർമ്മല സീതാരാമനും അതുപോലെ മുഖ്യമന്ത്രി വിശദീകരിക്കാൻ തയ്യാറില്ല. പ്രാതൽ മീറ്റിംഗ് ആയിരുന്നു, അത് ഒരു കേഴ്സി വിസിറ്റ് ആയിരുന്നു എന്ന രീതിയിലാണ് ഔദ്യോഗിക പത്രക്കുറിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലക്ഷ്മി പത്മ, 16 പദ്ധതികൾക്കായി 529.50 കോടി അത് മാർച്ച് 31-നകം വിനിയോഗിക്കണം എന്നാണ് കേന്ദ്രം അറിയിച്ചിരുന്നത്. ഹൈക്കോടതി അടക്കം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് നടപ്പാകില്ല എന്നുള്ള കാര്യം ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്നതേയുള്ളൂ. മാർച്ച് 31-നകം ഇത്രയധികം തുക എങ്ങനെയാണ് ചെലവഴിക്കാൻ സാധ്യമാവുക എന്നുള്ളത്. അപ്പോൾ അനൗദ്യോഗിക കൂടിക്കാഴ്ചയാണെങ്കിൽ കൂടിയും ഈ വിഷയങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കാൻ തന്നെ ആവില്ലേ ശരത് സാധ്യത? തീർച്ചയായും വിഷയങ്ങൾ ഉന്നയിച്ച 6 വിഷയങ്ങളിൽ ഔദ്യോഗിക പ്രതിനിധിയായിട്ട് റെസിഡന്റ് കമ്മീഷണർ തന്നെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ഔദ്യോഗിക പ്രതിയും അതുപോലെ തന്നെ ധനകാര്യ മന്ത്രാലയത്തിലെ 2 ഉദ്യോഗസ്ഥന്മാരും ചർച്ചയിലുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ ചർച്ചകൾ നടന്നു. വെറും ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി കേന്ദ്ര ധനകാര്യമന്ത്രി കേരള ഹൗസിലെ കൊച്ചിൻ ഹൗസിൽ എത്തുന്നു എന്ന് പറയാൻ അവിശ്വസിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ നടന്നു. ചർച്ചകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ലക്ഷ്മി പറഞ്ഞ കാര്യം തന്നെയാണ് ഈ മാർച്ച് 30. ഇനി വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. മാർച്ച് 31 അതിൽ എങ്ങനെ ഈ തുക ചെലവഴിക്കും, അതിന് എന്തൊക്കെ വിട്ടുവീഴ്ചകൾ, അല്ലെ ഏതൊക്കെ കാര്യങ്ങൾ ധനകാര്യമന്ത്രി ചെയ്യും, അത് ഒരു ബാക്ക്ഡോർ ചർച്ചയായിരിക്കും എന്ന് വേണം നമുക്ക് കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ കേന്ദ്ര ധനകാര്യമന്ത്രിക്കും പരിമിതികളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അനൗദ്യോഗികമായി ചർച്ച നടത്തി എന്ന് പറഞ്ഞാൽ അനൗദ്യോഗികമായി തന്നെ ഇക്കാര്യങ്ങളിൽ ഒരു തീരുമാനം കാണുമെന്ന് വേണം
വേണം കരുതാൻ. ഇത്രയും തുക ഈ വിരലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് ചെലവഴിക്കാൻ കേരളത്തിന് കഴിയില്ല. ഈ കഴിഞ്ഞ ദിവസം മാത്രമാണ് ബെനിഫിഷ്യറി ലിസ്റ്റ്, അതായത് ദുരന്തത്തെ അർഹതരായി ധനസഹായം വിതരണം ചെയ്യുന്ന അർഹരായവരുടെ പട്ടിക തന്നെ പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കുപോക്കുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ മാത്രമാണ് ചർച്ച കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും ചർച്ചയെ സംബന്ധിച്ചോളം കേരള സർക്കാർ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, ഇത് ഒരു അനൗദ്യോഗിക ചർച്ചയാണ്. ഈ അനൗദ്യോഗിക ചർച്ചയിൽ പക്ഷേ വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്ന കാര്യം കേരള സർക്കാർ സമ്മതിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി സമ്മതിക്കുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ലക്ഷ്മി, കേരളത്തെ സംബന്ധിച്ചോളം കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവസാനിക്കുന്നു എന്ന് വേണം കരുതാൻ. അതിനുവേണ്ടി ഇപ്പുറവും കേന്ദ്രമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഇരിക്കാൻ കഴിയുന്ന വിധത്തിൽ, ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ആശാവഹമാണ് എന്ന് തന്നെ പറയാം. അനൗദ്യോഗിക ചർച്ച എന്നുള്ളത് ശരിക്കും ഒരു തന്ത്രപരമായ സ്ട്രാറ്റജിക് മൂവ് ആയിരിക്കാം. ഒരുപക്ഷെ ഇത് ധനമന്ത്രിയുടെ മാത്രം കയ്യിൽ നിൽക്കുന്ന കാര്യമായിരിക്കില്ല. നയപരമായ തീരുമാനങ്ങൾ വേണ്ടി വന്നേക്കാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അനൗദ്യോഗിക ചർച്ചയാണ് ഇന്ന് നടന്നത് എന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം വന്നിട്ടുണ്ടാവുക. ഏതായാലും ഈ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ കാപെക്സ് വായ്പ, അത് മാർച്ച് 31-നകം ചെലവഴിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കേരളം ഉറപ്പായും കേന്ദ്രത്തോട് ആവശ്യം ഉന്നയിച്ചു കാണും. അതല്ലാതെ വെറുതെ ഇരുവരും ചായ കുടിക്കാൻ മാത്രം കാണുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ഡൽഹിയിൽ നിന്ന് ശരത് ലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.